ഈ കാണുന്ന ഒരു DVD പ്ലെയർ ഇത് ഞാനിവിടെ ആക്രിക്കടയിൽ നിന്നും 100 രൂപ കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ ഒരു DVD പ്ലെയറിന് വീണ്ടും ഒരു പുനർജന്മം കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അതുപോലെ ഇത് കംപ്ലൈൻ്റ് ആയപ്പോൾ നേരത്തെ ആരോ അടിച്ച് നന്നാക്കാനൊക്കെ ശ്രമിച്ചാണെന്ന് തോന്നുന്നു. ഉള്ളിൽ ബോർഡൊക്കെ അഴിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഈ ഒരു DVD പ്ലെയർ ഇത് ഞാനിവിടെ 100 രൂപയ്ക്ക് വാങ്ങിയത് തൊടുപുഴ ഇടവെട്ടിയിലുള്ള ആക്രിക്കടയിൽ നിന്നാണ്. അതുപോലെ ഈ ഒരു DVD പ്ലെയർ ഇത് ഞാൻ ആക്രിക്കടയിൽ നിന്ന് മേടിച്ചതിന് പിന്നിൽ 2 ഉദ്ദേശങ്ങളായിരുന്നു. ഒന്നെങ്കിൽ നമുക്കിത് റെഡിയാക്കിയിട്ട് വീണ്ടും വർക്ക് ചെയ്യിക്കുക, അത് പറ്റിയില്ലെങ്കിൽ ഈ ഒരു DVD പ്ലെയറിൻ്റെ ക്യാബിനറ്റിൽ നല്ലൊരു ക്ലാസ് ഡി ആംപ്ലിഫയറൊക്കെ ഉപയോഗിച്ച് നല്ലൊരു ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യാം. ഈ 2 ഉദ്ദേശങ്ങളായിരുന്നു. അതുപോലെ ഞാനിവിടെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആക്രിക്കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പം ആദ്യം ഇതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാ സ്പെയറുകളും നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് അത് ഡ്രൈ ആക്കിയിട്ട് മാത്രമാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റുകൾ ചെക്ക് ചെയ്യാറുള്ളതും അത് പരിഹരിക്കാറുള്ളതും. ഇതിലിപ്പോൾ അത്യാവശ്യം കുറച്ച് തുരുമ്പൊക്കെ ആയിട്ടുണ്ട്, എങ്കിലും നമുക്ക് അഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്രൂ എല്ലാം അടിച്ച് മാറ്റി ഇത് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഈ കാണുന്ന പോലെയാണ്. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും അത്യാവശ്യം എല്ലാം തന്നെയുണ്ട്. ഇതിൻ്റെ ഒരു ഐ സെൻസറും അതുപോലെ മദർ ബോർഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ഫ്ലെക്സ് കേബിൾ മിസ്സിംഗ് ആണ്. അതുപോലെ ഈ ഒരു മെയിൻ മദർ ബോർഡിൽ കുറച്ച് കമ്പോണൻസ് ഒക്കെ കത്തിയും പോയിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്. അതുപോലെ അടുത്ത മെയിൻ പ്രശ്നം ഈ കാണുന്ന ഈ ഒരു പവർ സപ്ലൈ ബോർഡ്, ഇതും ഈ ഒരു DVD പ്ലെയറിൻ്റെ അല്ല. ഇതിൻ്റെ ആദ്യത്തെ ഒറിജിനൽ ബോർഡ് കംപ്ലൈൻറ്റ് ആയപ്പം ഈ ഒരു ബോർഡ് വെച്ച് എല്ലാം സെറ്റാക്കി കൊടുത്തായിരിക്കും ഇത് നന്നാക്കിയ ആൾ. ഈ ഒരു ടൈപ്പ് DVD പ്ലെയറിൽ വരുന്ന പവർ സപ്ലൈ ബോർഡിൽ ആംപ്ലിഫയർ സെക്ഷനോടും കൂടെ കൂടിയാണ് വരുന്നത്. അങ്ങനെ ഇവിടെ നമ്മളിപ്പം ഇതിൻ്റെ ഓരോ സ്പെയറുകളും അടിച്ച് സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ ഇതിൻ്റെ എല്ലാ സ്പെയറും അടിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കി എടുക്കാനുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ ഒരു സ്പെയർ മാത്രമൊന്നും കഴുകുന്നില്ല, ഡിസ്ക് ഡ്രൈവർ കഴുകിയിട്ടുണ്ട് പണി പാളും. ഇത് നമ്മൾ വേറെ രീതിയിലാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഒട്ടുമിക്ക എല്ലാ DVD പ്ലെയറും വരുന്നൊരു കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ് ഡിസ്ക് റീഡ് ആവാതെ വരുന്നത്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം സെൻസറിൻ്റെ ബാക്കിലുള്ള ഈ ഒരു മിറർ ഇതിൽ ഫംഗസ് പോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഡിസ്ക് റീഡ് ആവില്ല. അപ്പോൾ ഈ ഒരു മിറർ ഒന്ന് ഊരിയെടുത്ത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഈ ഒരു മിററിലും ഫംഗസ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി ബാക്കിയുള്ള എല്ലാ സ്പെയറും കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാനിന്നിവിടെ ഇതിൻ്റെ മെയിൻ മദർ ബോർഡും കഴുകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിക്സിൻ്റെ ഓരോ ബോർഡുകളും നമ്മളിതുപോലെ കഴുകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വരാറുണ്ട്. ഇങ്ങനെയുള്ള ബോർഡുകളൊന്നും കഴുകാൻ പാടില്ല, വെള്ളം ഉപയോഗിച്ച് കംപ്ലൈൻ്റ് ആയി പോകുന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്ന എല്ലാ റീസ്റ്റോറേഷൻ വീഡിയോസിലും നമ്മളിതുപോലെ വെള്ളം ഉപയോഗിച്ച് കഴുകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളവും ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്ത് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മളിത് ഓണാക്കാറുള്ളൂ. ഇനി ഞാനിതിവിടെ ഇങ്ങനെ വെള്ളം ഉപയോഗിച്ച് കഴുകിയില്ലേ പോലും ഇത് ആക്രിക്കടയിലൊക്കെ മഴയൊക്കെ നനഞ്ഞ് കിടക്കുന്ന സാധനങ്ങളൊക്കെയാണ് നമുക്കിങ്ങനെ കിട്ടുന്നത്. അതുപോലെ ഞാനിവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് 12 വോൾട്ട് DC വർക്ക് ചെയ്യുന്നൊരു പ്രഷർ വാഷർ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഫൈനലായിട്ട് ഇതുപോലെ ഷാമ്പൂ കൂടി ഇട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെ കഴുകിയെടുത്ത എല്ലാ സ്പെയറും വെയിലത്ത് വെച്ചേക്കാണ് ഉണങ്ങി കിട്ടാനായിട്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ CD ഡ്രൈവ് ഇതുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻസറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ടൂളാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഐ സെൻസറിൻ്റെ ലെൻസിലും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക് റീഡാകാതെ വരും. ഇനി അടുത്തായിട്ട് ഈ ഒരു മിറർ കൂടി ഊരി ക്ലീൻ ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഇവിടെ നമ്മൾ കഴുകിയെടുത്ത എല്ലാ സ്പെയറുകളും നന്നായിട്ട് ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ ഇതിൻ്റെ മദർ ബോർഡും ഐ സെൻസറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഫ്ലെക്സ് കേബിൾ ഇത് പുതിയത് മേടിക്കേണ്ടി വന്നു. ഈ ഒരു DVD നമ്മൾ അടിച്ചു നോക്കിയ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കേബിൾ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പുതിയത് മേടിക്കേണ്ടി വന്നത്. ഫ്ലെക്സ് കേബിൾ ഞാനിവിടെ മേടിച്ചത് തൊടുപുഴ ഹൈടെക് ഇലക്ട്രോണിക്സിൽ നിന്നാണ്. അതുപോലെ ഈ ഒരു മദർ ബോർഡ് ഇതിൻ്റെ ഓരോ സോക്കറ്റുകളുടെയും അടിയിലായിട്ട് കറക്റ്റായിട്ട് പ്രിൻറ്റിംഗ് ഉണ്ട്, ഓരോ പിന്നുകളുടെയും കണക്ഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഇനി റീകണക്ട് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മദർ ബോർഡിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാനിപ്പം ഈ ഒരു പവർ സപ്ലൈ ബോർഡ് DVDയുടെ ഉള്ളിൽ നിന്നിട്ട് ഈ ഒരു പവർ സപ്ലൈ ബോർഡിന് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരു പവർ സപ്ലൈ ബോർഡ് നമ്മൾ ഈ ഒരു മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്തു. മദർ ബോർഡിലേക്ക് ഫ്രണ്ട് പാനലിലുള്ള ഡിസ്പ്ലേ മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിത് ഓണാക്കി നോക്കിയ സമയത്ത് ഡിസ്പ്ലേയിലൊക്കെ എഴുത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സംഗതി ഓണായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മദർ ബോർഡും ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഈ ഒരു SBS ബോർഡൊക്കെ നമ്മൾ വെള്ളവും ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് അതുപോലെ കഴുകിയിട്ട് കൂടിയും ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് കഴുകുന്ന രീതി കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ട് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ IP ക്ലീനർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ടിന്നറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. വെള്ളമൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് മാത്രമാണ് വീണ്ടും ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ ഈ ഒരു മദർ ബോർഡിലെ കുറച്ച് കമ്പോണൻസ് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 5.1 ഓഡിയോ ഔട്ടിൻ്റെ ഡ്രൈവർ IC ഒക്കെയാണ്. അപ്പോൾ അത് റെഡിയാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സാധാരണ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇത് അഴിച്ചെടുത്തെല്ലാം ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ഈ കാണുന്ന 2 ഓളിയും കൺട്രോളർ ഇത് ബാസിൻ്റെയും ട്രിബിളിൻ്റെയാണ്.
അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് വെറുതെ പിടിപ്പിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ആംപ്ലിഫയർ ബോർഡ് മിസ്സിംഗ് ആയതുകൊണ്ട് നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഇതിനകത്ത് ആംപ്ലിഫയർ ബോർഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു കൺട്രോളർ ഉപയോഗിക്കാം. അതുപോലെ ട്രിബിളിൻ്റെ വോളിയം കൺട്രോളിൻ്റെ നോവും മിസ്സിംഗ് ആണ്. ഇതിന് മാച്ചിങ് ആയിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ഇനി അടുത്തായിട്ട് ഈ ഒരു ബാക്ക് പാനിലേക്കും അടിച്ചെടുത്തെല്ലാം ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഓവറായിട്ട് കാണിച്ച് സമയം കളയുന്നില്ല. ഇതിൽ നിന്ന് നമ്മൾ അടിച്ചെടുത്ത എല്ലാ സ്പെയറുകളും റീഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം അതുപോലെ പവർ സപ്ലൈ ബോർഡ് അത് ഈ ഒരു DVD അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ചെരിച്ച് പിടിപ്പിക്കാനാണ് പറ്റുള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന CD ഡ്രൈവ് ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ ഇതിൻ്റെ പണികളൊക്കെ നമ്മൾ രാവിലെ തുടങ്ങിയതായിരുന്നു. കഴിയ സാധനങ്ങളൊക്കെ വൈകുന്നേരം എപ്പോഴാണെങ്കിൽ കിട്ടിയത്. അങ്ങനെ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മഴയും ഇടിയൊക്കെ ആയി. അങ്ങനെ ഇപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കണക്ഷൻസും കൊടുത്തിട്ട് ഈ ഒരു ഫ്ലെക്സ് കേബിൾ മാത്രമാണ് നമ്മൾ പുതിയത് മേടിച്ചത്. ഇതിന് 60 രൂപയാണ് ആയത്. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇത് നമുക്ക് പവർ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഓണായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡിസ്ക് കിട്ടുന്ന ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ DVD പ്ലെയർ TV ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു CD എന്നിട്ട് വർക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഞാൻ നേരത്തെ ചെറുതായിരുന്ന സമയത്ത് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു DVD പ്ലെയർ വീട്ടിൽ മേടിച്ച് വെച്ച് പാട്ടൊക്കെ കേൾക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അന്നത്തെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വെച്ച് DVD പ്ലെയർ ഒന്നും മേടിക്കാനൊന്നും പറ്റിയിരുന്നില്ല അന്ന്. ഇപ്പോൾ ഈ ഒരു DVD പ്ലെയർ ഇത് വീണ്ടും വർക്ക് ചെയ്ത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇത് മാത്രമല്ല നമ്മൾ ആക്രിക്കടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് അത് വീണ്ടും വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ആണ്. അതുപോലെ ഇപ്പം നമ്മൾ ഈ ഒരു DVD പ്ലെയറിൽ ഇട്ടേക്കുന്ന ഡിസ്ക് ഇത് റീഡ് ആയിട്ടുണ്ട്. ഇതിന് പ്ലേ ചെയ്ത് കൂടി കേൾപ്പിക്കാം. ഇതിൻ്റെ റിമോട്ടൊന്നും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് വോളിയം കൂട്ടാനോ കുറയ്ക്കാനൊന്നും പറ്റില്ല. ഇപ്പം പാട്ട് പ്ലേ ആവുന്നുണ്ട്. ഇനി ഒന്ന് കേൾപ്പിക്കാം. റിമോട്ട് ഇല്ലാത്തതിനാൽ നമുക്ക് വോളിയം കൂട്ടാൻ കഴിയുന്നില്ല ഇപ്പം നിലവിൽ. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് അധികം നേരം പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തൊരു വീഡിയോ കൂടെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാനിവിടെ ഈ DVD പ്ലെയറിൽ സിനിമയുടെ ഡിസ്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അധികം കാണിക്കാത്തത് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ്. അങ്ങനെ ഇപ്പം ഈ ഒരു DVD പ്ലെയർ ഇത് പക്ക ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു DVD പ്ലെയർ ഇത് ഞാൻ ആക്രിക്കടയിൽ നിന്ന് മേടിച്ചത് 100 രൂപയ്ക്കാണ്. ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ മദർ ബോർഡും ഐ സെൻസറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ഫ്ലെക്സ് കേബിൾ പുതിയത് മേടിക്കേണ്ടി വന്നു. അതിന് 60 രൂപയായി. ഐ സെൻസറിൻ്റെ മിററിൽ ചെറിയ രീതിയിൽ ഫംഗസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി. പിന്നെ ഇത് കഴുകി ക്ലീൻ ചെയ്ത് ഈ രീതിയാക്കി എടുക്കാൻ നമുക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഷാമ്പൂ മാത്രമാണ് ചിലവായത്. അങ്ങനെ ഇപ്പം എന്തായാലും ഈ ഒരു DVD പ്ലെയർ ഫൈനലായിട്ട് ഈ രീതിയിലാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ നിലവിലിപ്പം ഈ ഒരു DVD പ്ലെയറിൽ ആംപ്ലിഫയർ ഇല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിനകത്ത് നമ്മൾ ആംപ്ലിഫയർ ബോർഡ് കൂടി ആഡ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താം. ക്ലാസ് D ആംപ്ലിഫയർ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതുപോലുള്ള DVD പ്ലെയറിലൊക്കെ പാട്ട് കേൾക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി അതൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇതുള്ള പഴയ DVD പ്ലെയറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടിച്ച് ട്രൈ ചെയ്ത് നോക്കുക, നന്നാക്കാൻ പറ്റുമെന്ന്. DVD പ്ലെയറിനൊക്കെ കോമൺ ആയിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്ന കംപ്ലയിൻറ്റ് ഒന്ന് അതിൻ്റെ പവർ സപ്ലൈ ബോർഡ് കംപ്ലയിൻ്റ് ആയി പോകാറുണ്ട്. പിന്നെ ഡിസ്ക് ഓപ്പണും ക്ലോസും ആവുന്ന ഒരു മെക്കാനിക്സിൻ്റെ ബെൽറ്റ് പൊട്ടി പോകാറുണ്ട്. അത് നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചാണെങ്കിലും ഒപ്പിക്കാൻ പറ്റും. പിന്നെ ഡിസ്ക് ഇട്ടാലും റീഡ് ആകാതെ വരുന്ന പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പം ഐ സെൻസറിൻ്റെ ആ ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ടും റീഡ് ആകുന്നില്ലെങ്കിൽ സെൻസറിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ചെക്ക് ചെയ്യുക. മിററിനകത്ത് ഫംഗസ് പോലെയൊക്കെ ഉണ്ടോയെന്ന്. കുറേ നാളെ കഴിയുമ്പോൾ മിററിലും ഫംഗസ് പോലെയൊക്കെ ആവാറുണ്ട്. അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിടുവാണെങ്കിൽ ഓക്കെ വരും. പിന്നെ എല്ലാ മോട്ടറും ഒന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാം സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇതുപോലുള്ള പഴയ സാധനങ്ങളൊക്കെ ആക്രിക്കടയിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നന്നാക്കാൻ പറ്റുമെന്ന്. ചില സാധനങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നന്നാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡൊക്കെ ഇപ്പോഴും മേടിക്കാൻ കിട്ടും. മദർ ബോർഡും ഐ സെൻസറൊക്കെ കിട്ടാനാണ് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.